പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. എല്ലാവരും വഴി മറികൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഇവിടെ വഴി നിൽക്കല്ലേ, നമ്മൾ അടുത്തതായി ഇതിനെ കെട്ടി ചാക്ക് കെട്ടി നമ്മൾ കാട്ടിലേക്ക് പോയി ഇതിനെ തുറന്നിടാനുള്ള സംരംഭം രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കും. എന്തായാലും നമ്മളെ അതിഥിയെ പിടികൂടി അടുത്ത രണ്ടാമത്തെ ഘട്ടം അദ്ദേഹത്തിനെ തുറന്നു വിടുക എന്നുള്ളതാണ്. തുറന്നു വിടുക എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നമുക്ക് വേറെ ഏതെങ്കിലും ഇപ്പോൾ മഴക്കാലമായിട്ട് ആറ് കടന്നു പോവുക അല്പം കഷ്ടമാണ്. എന്നാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 5-6 കിലോമീറ്ററെങ്കിലും നടന്ന് വേണം നമുക്ക് ഈ അതിഥിയെ തുറന്നു വിടാൻ. എന്തായാലും നമ്മുടെ ഈ അതിഥിയെ പിടികൂടി രണ്ടാമത്തെ ഘട്ടം അതിദുർഘടമായ ഒരു നമുക്ക് കാണാം. നമ്മുടെ ഈ നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ഒഴുക്കുണ്ടെങ്കിലും പാറയിലൊക്കെ നല്ല വഴുക്കലാണ്. ക്യാമറയും നമുക്ക് ടീമൊക്കെ ഈ സാധനമായിട്ട് നമുക്ക് ഇതുവഴി കടന്നു പോകേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. എന്തായാലും നമ്മൾ ഈ വഴി നടന്ന് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നമ്മൾ ആറ്റിനിക്കരെ കടന്നു. കാരണം നമ്മുടെ പ്രേക്ഷകർ തിരിച്ചറിയണം. കാരണം ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസർമാരായിരുന്നാൽ പോലും ഒരു പാമ്പിനെയോ ഒരു വന്യജീവികളെ പിടികൂടി കഴിഞ്ഞാൽ ജനവാസ മേഖലയിൽ വിടാൻ ഒരിക്കലും ആരും താല്പര്യപ്പെടില്ല. അവർ നമ്മോടൊപ്പം സഹകരിച്ച് എത്രത്തോളം ഉള്ളിലേക്ക് പോകാൻ കഴിയുമോ അത്രത്തോളം ഉള്ളിലേക്ക് പോയാണ് നമ്മൾ ഇതിനെയൊക്കെ റിലീസ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഇന്ന് പിടികൂടി 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് രാജവമ്പലേർ തുറന്നുവിടാനായിട്ട് പോവുകയാണ്. ഇനി ഒരു 5 കിലോമീറ്റർ നടന്നു വേണം, ഇവിടെ എങ്ങും വണ്ടി പോകത്തില്ല, നടന്നു വേണം പോകാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദിവസവും ശുഭദിനം, നല്ല ദിനമായി മാറി. കാരണം നമ്മൾ അപ്രതീക്ഷിതമായിട്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ അതിഥിയെ നമുക്ക് കിട്ടിയത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇതിനടുത്തൊരു രാജവമ്പലെ കണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് നമ്മൾ ടീമായിട്ട് ഇവിടെ വരികയും വെറുതെ നമ്മൾ അലഞ്ഞ് തിരിഞ്ഞ് നമ്മൾ വിഷമിച്ച് തിരിച്ചു പോവുകയും ചെയ്തു. വിളിച്ച ആളുമില്ല, കേട്ട ആളുമില്ല, കണ്ട ആളുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് പോയി. എന്നാലും ഇന്ന് വളരെ പെട്ടെന്ന് അദ്ദേഹം ബാത്റൂമിനകത്ത് കടന്നിരിക്കുകയും അദ്ദേഹത്തിന് വന്നൊണ്ണ എടുക്കാനും കഴിഞ്ഞു. നമ്മൾ ആ കുഞ്ഞൻ അതിഥിയെ തുറന്നു വിടാൻ ഇനി ഒരു 3-4 കിലോമീറ്റർ നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുന്ന സമയത്ത് പോകുന്ന വഴിയിൽ തന്നെ വ്യത്യസ്തമായ ഒരുപാട് മരങ്ങളും ഒക്കെ നമുക്കുണ്ട്. അതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങൾ പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്തായാലും നമ്മൾ രണ്ടാമത്തെ ഘട്ടം അതിഥിയെ തുറന്നുവിടാനുള്ള ആ യാത്രയിലാണ്. യാത്രയ്ക്ക് മധ്യത്തിൽ തന്നെ ഞങ്ങൾ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം കഴിഞ്ഞു. ഇനിയും ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്ത് പോയാലേ നല്ല സ്ഥലമുള്ളതെന്നാണ് ഇവരെ വിടാൻ പറ്റിയ സ്ഥലമുള്ളൂ എന്നാണ് ഓഫീസർമാർ പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നുണ്ടായിരുന്നു നടന്നു പോകുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ പോകുന്ന ആ വഴിമധ്യത്തിൽ കൃത്യമായിട്ട് ആനയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. കാരണം ഇവിടെയൊക്കെ ഒത്തിരി ആനയുള്ള മേഖലയാണ്. ആന, കാട്ടുപോത്ത്, പുലി, അതുപോലെ കേഴയും മറ്റൊന്നും പകൽ സഞ്ചരിക്കും. കേഴയും മ്ലാവൊന്നും പകൽ സഞ്ചരിക്കുന്നില്ല. പന്നി ചിലപ്പോൾ പകൽ സഞ്ചരിക്കും. കാരണം ഒഴിഞ്ഞ് അനക്കമില്ലാതിരിക്കുന്നതുകൊണ്ട് അപ്പോൾ അവിടെ പകൽ പന്നി കാണാം. പക്ഷേ പന്നി വലിയ അപകടകാരിയല്ല.
എന്നാൽ ഇതിന് ഏറ്റവും അപകടകാരി എന്നറിയപ്പെടുന്നത്, ആനയേക്കാളും അപകടകാരി എന്നറിയപ്പെടുന്നത് കാട്ടുപോത്താണ്. ഒറ്റയാനെന്ന് പറയുന്ന കാട്ടുപോത്തായിരിക്കും എവിടെയെങ്കിലും പതുങ്ങി നിൽക്കും, പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ നമ്മുടെ നേരെ വരികയും നമുക്ക് ഇവിടുന്ന് മാറാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് കാട്ടുപോത്ത്. ആന നിൽക്കുമ്പോൾ നമുക്കറിയാം തുമ്പി അടിച്ച് നിൽക്കുകയോ ചുള്ളി ഓടിക്കുകയോ അല്ലെങ്കിൽ സ്മെല്ലെങ്കിലും നമുക്കുണ്ടാകും. കാട്ടുപോത്ത് അങ്ങനെയല്ല, മിണ്ടാതെ നിന്നിട്ട് പെട്ടെന്നായിരിക്കും കൊതിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയും വളരെ ശ്രദ്ധാപൂർവ്വം വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി വാചാലത അല്ലെങ്കിൽ സംസാരം കുറച്ച് മുന്നിലേക്ക് ശ്രദ്ധിച്ച് നമുക്ക് മുന്നിലേക്ക് പോകാം. നമ്മളെന്തായാലും നമ്മുടെ ലക്ഷ്യത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാരണം നമ്മൾ ഇനി ഉള്ളിലേക്ക് പോകാൻ വെച്ചാൽ അടുത്ത് നമ്മളൊരു 1 കിലോമീറ്റർ 1 കിലോമീറ്റർ താണ്ടിക്കഴിഞ്ഞാൽ റോസ്മല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലം അടുത്തായി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോകാൻ വെച്ചാൽ ഇനിയിപ്പോൾ ഇപ്പോൾ തന്നെ മണി 4-5 ആയി കഴിഞ്ഞു. നമ്മൾ 12 മണിക്ക് വിളിച്ചപ്പോൾ മണി 4-5 ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇനി നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ സാറന്മാരും പറയുന്നത് ഇവിടെ നല്ല അന്തരീക്ഷമാണ്. വെള്ളം താഴെത്തട്ടിൽ വെള്ളമുണ്ട്, മേൽത്തട്ടിൽ പാറയും, അവിടെയും വെള്ളത്തിൻ്റെ അംശം കാണുന്നുണ്ട്. നല്ല അടിക്കാടുണ്ട്. അടിക്കാട് മാത്രമല്ല, നല്ല പാറകളാണ്. അപ്പോൾ ഈ പാറയ്ക്കകത്തൊക്കെ ഇദ്ദേഹത്തിന് കയറിയിരിക്കാം. ഒരുപാട് മറ്റ് പാമ്പുകളുടെ സാന്നിധ്യം, ചേരയുടെയും മുറുക്കൻ്റെയൊക്കെ സാന്നിധ്യം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ദൗത്യത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നു. ഈ അതിഥിയെ നമ്മൾ ഇവിടെ തുറന്നു വിടുകയാണ്. തുറന്നു വിടുന്നതിന് മുന്നേ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇദ്ദേഹത്തെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താൻ കാരണം മറ്റൊന്നല്ല, അദ്ദേഹത്തിന് പിടികൂടിയ ശേഷം ഈ 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു അപകടമില്ല, അദ്ദേഹത്തിന് ക്ഷീണമില്ല, അദ്ദേഹം നല്ല ഉഷാറാണ് എന്ന് നിങ്ങളെയും ബോധ്യപ്പെടുത്തണം, നമ്മുടെ ഓഫീസർമാരെയും ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇദ്ദേഹത്തിനെ തുടരാൻ കഴിയൂ. എന്തായാലും നമുക്ക് ഈ അതിഥിയെ ചാക്കഴിച്ച് ചാക്കിന് പുറത്ത് നമുക്ക് ഒരിക്കൽ കൂടി പരിചയപ്പെടാം. എന്തായാലും നമ്മുടെ കുഞ്ഞൻ അതിഥിയെ നമ്മൾ വിടാൻ പോവുകയാണ്. അദ്ദേഹം നല്ല അഗ്രസീവാണ്, നല്ല ഉഷാറാണ്. അദ്ദേഹത്തിന് എനിക്ക് പണി തരണമെന്നുള്ള ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ, വേറെ ഒരു ചിന്ത അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹം ചിന്തിക്കുന്നത് എന്തിനാടാ മര്യാദയ്ക്ക് കിടന്ന് എന്നെ നീ പിടിച്ചത് എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? അതാണ് അദ്ദേഹം ഇത്ര അഗ്രസീവായിട്ട് അങ്ങനെ നിൽക്കുന്നത്. നമുക്ക് കാണാം അദ്ദേഹം നല്ല അഗ്രസീവാണ്. കാരണം അത് കുഞ്ഞു പാമ്പുകൾക്ക്, കുഞ്ഞു രാജവെമ്പുകൾ എപ്പോഴും അഗ്രസീവായിരിക്കും. കാരണം അവർക്ക് എല്ലാത്തിനെയും ഭയമാണ്. മറ്റ് വലിയ രാജവെമ്പലൊക്കെ അത് കാട്ടിൽ ഒരുപാട് ജീവിച്ച് അവിടുത്തെ മൂവ്മെൻറ്റ്സ് എല്ലാം അവർക്കറിയാം. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവർ എന്തിനെ കണ്ടാലും പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുക എന്നുള്ള പ്രത്യേകതയാണ് ഇവർക്കുള്ളതാണ്. നമുക്കാണ് ഇതേ എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്, കണ്ടു നോക്കിയുള്ളൂ. ഇപ്പോൾ തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരും, കണ്ടോളൂ. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, പെട്ടെന്ന് വരിക, കടിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എന്തായാലും നമുക്ക് നമ്മൾ അതിഥിയെ പിടികൂടിയതാണ്. പക്ഷെ അങ്ങനെ പോയാൽ ശരിയാകത്തില്ല. അപ്പോൾ അങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. നമ്മുടെ പ്രേക്ഷകർ അല്പം കൂടി അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടട്ടെ, ഒന്ന് കാണട്ടെ. നോക്കുക, ഇന്ത്യയിൽ സാധാരണയായി രാജവെമ്പാലകൾ വസിക്കുന്നത് കേരളം, തമിഴ്നാട്, കർണാടക, ഒറീസ, അസം എന്നീ സംസ്ഥാനങ്ങളിലെ വനപ്രദേശങ്ങളിലാണ്. യാതൊരു പ്രകോപനവും കൂടാതെ പെട്ടെന്ന് കോപം കാണിക്കുന്ന സ്വഭാവക്കാരനാണ് ഇവ. ഈർപ്പവും തണുപ്പും ഏറെ ഇഷ്ടപ്പെടുന്ന ഇവ വസിക്കുന്നതിനായി നിത്യഹരിതമായ വനപ്രദേശമാണ് തിരഞ്ഞെടുക്കുന്നത്. മനുഷ്യവാസമുള്ള സ്ഥലങ്ങൾ ഇവയ്ക്ക് തീരെ ഇഷ്ടപ്പെടുകയില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇവ നാട്ടിൻ പ്രദേശങ്ങളിലും എത്തിപ്പെടാറുണ്ട്. വയനാട്ടിൽ തേയില, കാപ്പിത്തോട്ടങ്ങളിൽ ഇവ ധാരാളമായി കണ്ടുവരുന്നു.
ഇവയുടെ സഞ്ചാരം മിക്കപ്പോഴും പകൽ സമയത്താണ്. തന്റെ വെനം കൊണ്ട് കുത്തിവെച്ച് കൊന്നതിന് ശേഷം മാത്രമേ ഇവ ഇരയെ ഭക്ഷിക്കാറുള്ളൂ. മറ്റു പാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇവയുടെ കൂട് നിർമ്മാണം. സാധാരണ പാമ്പുകൾ ഒഴിഞ്ഞ മാളങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇവ കരിയില, ഇലകൾ, ചുള്ളിക്കമ്പുകൾ എന്നിവ കൊണ്ട് സ്വന്തമായി കൂട് നിർമ്മിച്ച് അതിലാണ് മുട്ടയിടുന്നതും വിരിയിക്കുന്നതും. സാധാരണ ഇവയുടെ കൂടിന് ഒരടിയോളം ഉയരവും ഉണ്ടാകും. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് ഇണചേരൽ. ഒരു ആഴ്ചക്കാലയളവിൽ 50ഓളം മുട്ടകൾ ഇടാറുണ്ട്. ഏകദേശം 45 മുതൽ 60 ദിവസം വരെയുള്ള കാത്തിരിപ്പിന് ശേഷമാണ് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത്. ജനനത്തിൽ തന്നെ കുട്ടികൾക്ക് 2 അടിയോളം വളർച്ചയുണ്ടാകും. ഇവയുടെ കടിയേറ്റാൽ മരണം ഉറപ്പാണ്. കാരണം ഒറ്റ കടിയിൽ തന്നെ മറ്റു പാമ്പുകളിൽ കാണുന്ന വെനത്തിന്റെ 10 മടങ്ങാണ് ഇവയിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ കടിയേറ്റാൽ പെട്ടെന്ന് ബോധക്ഷയവും മരണവും സംഭവിക്കുന്നു. ഒരു ആനയെപ്പോലും രാജവെമ്പാലയ്ക്ക് കൊല്ലാൻ കഴിയും. എന്തായാലും നമ്മുടെ അതിഥിയെ നമ്മൾ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വിടാൻ പോവുകയാണ്. അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ ജീവിക്കാനുള്ള സാഹചര്യം സ്ഥലത്തായി കഴിഞ്ഞു. ആ സ്ഥലം നമ്മളെത്തി. നമ്മൾ അദ്ദേഹത്തെ വിട്ട് കഴിഞ്ഞു. അദ്ദേഹം ഒരു മരത്തിൻ്റെ ഒരു പൊത്തിനകത്ത് ദ്രവിച്ച മരത്തിൻ്റെ പൊത്തിനകത്തൂടെ കയറി അകത്തേക്ക് പോകാൻ വരുമ്പോൾ അകത്തേക്ക് ഇത് മാളമില്ല. അതുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ചാടുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇനി എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഇനി കയറി നേരെ മരത്തിൻ്റെ മണ്ടയിൽ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റു മരച്ചില്ലകൾ ഇങ്ങനെ പറന്ന് കിടക്കുന്ന മരച്ചില്ലയിലേക്ക് കയറി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അദ്ദേഹം മരച്ചില്ലയിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണോ അദ്ദേഹം വെറുതെയാണോ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് നോക്കാം. മരച്ചില്ലയിൽ കയറാനുള്ള സാധ്യത കാണുന്നുണ്ട്. നോക്കൂ. അദ്ദേഹം മരച്ചില്ലയിൽ കയറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ കണ്ട് നമ്മുടെ അതിഥി മരത്തിൻ്റെ മണ്ടയിൽ കയറി എങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് ദൂരെ നടത്തുന്നത് അറിയത്തില്ല, അതിരിക്കുന്ന അറിയാൻ കഴിയില്ല. പക്ഷേ എന്തായാലും സന്തോഷം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് 94ാമത്തെ കിങ് കോബ്ര അഥവാ രാജവെമ്പാല അഥവാ കൃഷ്ണ സർപ്പത്തെ പിടികൂടാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ കൊണ്ട് തുറന്നുവിടാൻ കഴിഞ്ഞു. എന്തായാലും ഞങ്ങൾ ഇനി സമയം കളയുന്നില്ല. നമ്മോടൊപ്പം ഈ സംരംഭത്തിൽ നമ്മോടൊപ്പം കൂടിയ നമ്മുടെ ഫോറസ്റ്റിലെ സാറന്മാർക്കും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും നമ്മുടെ ഓഫീസർമാർക്കും ഈ പാമ്പിനെ സംരക്ഷിച്ച് വീട്ടിൽ തന്നെ വെച്ചിരുന്ന റൂമിനകത്ത് അല്ലെങ്കിൽ ബാത്റൂമിനകത്ത് തന്നെ സേഫായിട്ട് വെച്ചിരുന്ന വീട്ടുകാർക്കും ഒക്കെ എല്ലാ നന്മയും ഐശ്വര്യം ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മളിനി സമയം കളയുന്നില്ല. അടുത്ത അതിഥിക്കായി, ഒരു പുതിയ അതിഥിക്കായി അടുത്ത കോളിലേക്ക് യാത്രയാണ്. എന്തായാലും നമ്മൾ സ്ഥലത്തെത്തി. നമ്മൾ ഒരുപാട് അലഞ്ഞ് എല്ലാവരും സ്നേക് മാസ്റ്റർ ടീം മുഴുവനും എല്ലാവരും ഒന്ന് നന്നായിട്ട് അലഞ്ഞ് കഷ്ടപ്പെട്ടൊരു ദിവസമാണ്. എന്തായാലും നമ്മൾ അവരുടെ കോളിൻ്റെ അടിസ്ഥാനത്തിൽ, അവർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് വന്നു. നമ്മൾ വീടും പരിസരമൊക്കെ കണ്ട് രാത്രിയായി. ഈ ഓടും മച്ചൊക്കെ ഉണ്ട്, തട്ടൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം അവർ പറഞ്ഞ അതിഥി ആരാണെന്ന്. ഈ വീടിനകത്തൂടെ അകത്ത് കയറിയിട്ട് ഇവിടെ സ്റ്റെയർ ഉണ്ട്. ആ സ്റ്റെയർ വഴി നമുക്ക് കയറി നോക്കാം ഇത് ആരാണ് അതിനകത്തിരിക്കുന്ന വ്യത്യസ്തനായ അതിഥി. വെളിയിൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം.
ഇന്നലെ രാവിലെ മുതൽ ഈ വീട്ടിൻ്റെ ഓട്ടിൻ്റെ മണ്ടയിലിരുന്ന അതിഥി നമ്മളിവിടെ വന്ന് കതക് തുറന്ന് അകത്തേക്ക് കയറിയപ്പോഴേ അദ്ദേഹം പുറത്തേക്ക് ചാടി, താഴേക്ക് ചാടി. നമ്മളിതാ അദ്ദേഹത്തിനെ പിടികൂടി. അദ്ദേഹം രാജവെമ്പാലെ മൂർഖനോ അണലിയോ ഒന്നുമല്ല, വെറും ചേര. ഈ അടിവശം, വയറ്റിൻ്റെ അടിവശം മഞ്ഞ അധികമില്ലാത്ത വെള്ള കലർന്ന ഒരു കളർ കാണുന്നു. അതിൻ്റെ പുറകുവശം മേളുവശം കറുപ്പാണ്. കണ്ടാൽ ചിലപ്പോൾ ഒരു പാമ്പിൻ്റെ കെട്ടാണ്, പക്ഷേ പാമ്പല്ല, ചേര തന്നെ. ഏകദേശം ഒരു 7 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു പെൺചേര. ഇപ്പോൾ അത് അടഞ്ഞു കിടക്കുന്ന വീട്, താമസമില്ലാത്ത വീടാണ്. താമസമുള്ള വീട് തൊട്ടടുത്താണ്. അപ്പോൾ താമസമില്ലാത്ത വീടിന് അതിനകത്ത് എലി ധാരാളം കാണും. അതുകൊണ്ട് എലിയെ പിടിക്കാനേ അദ്ദേഹം വന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഈ അതിഥിയെ കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് അവരോട് ചോദിക്കാം. കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് പറമ്പിൽ ഇദ്ദേഹത്തിനെ ഉപേക്ഷിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാം. അവർ ലൈറ്റൊക്കെ വെച്ച് കെട്ടി ഒരു കല്യാണ വീട് പോലെയൊക്കെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. വീടിൻ്റെ 4 ചുറ്റും ഇറങ്ങിപ്പോകാതെ 4 ചുറ്റും ട്യൂബ് ലൈറ്റൊക്കെ വെച്ച് കെട്ടിയിരിക്കുകയാണ്. എന്തായാലും ആ വെട്ടത്തിലും ഇത്രയൊക്കെ വെട്ടം വെച്ചിട്ടും അദ്ദേഹം ചാടി താഴേക്ക് പോയി. നോക്കാം, കണ്ടു കഴിഞ്ഞാൽ ഒരു പാമ്പിൻ്റെ കളർ പോലെ തോന്നുന്നൊന്നും പറയില്ല. പാമ്പിന് ഒറ്റ കളറല്ല, 3 കളർ മിക്സ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ 3 കളർ മിക്സുള്ള ഒരിക്കലും മൂർഖനല്ല. തല ചെറുതാണ്, അപ്പോൾ മൂർഖനല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ kaumuditv@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.